തിരുഹൃദയത്തിന്റെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെയാണ് തിരുഹൃദയ ഭക്തി സഭയിൽ പ്രചരിക്കാൻ ഇടയായത്. 1673 ഡിസംബർ 27 ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്ന തന്റെ പ്രിയ ദാസിക്ക് മുന്നിൽ തിരുഹൃദയത്തിന്റെ വർണ്ണനാതീതമായ സ്നേഹാധിക്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദിവ്യനാഥൻ തന്റെ ഹൃദയ രഹസ്യങ്ങൾ അവൾക്ക് തുറന്നുകാട്ടി. വിനാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷയുടെയും വിശുദ്ധീകരണത്തിന്റെയും സ്രോതസ്സായ തന്റെ തിരുഹൃദയത്തിലേക്ക് ആത്മാക്കളെ നയിക്കുവാനായി അവളെ നിയോഗിച്ചുകൊണ്ട് അവളുടെ ഹൃദയം ആവശ്യപ്പെട്ട യേശു അവളുടെ ഹൃദയമെടുത്ത് തന്റെ ആരാധ്യമായ ഹൃദയത്തിൽ വെക്കുകയും തിരുഹൃദയാഗ്നിയുടെ ജ്വാലയാൽ ജ്വലിച്ച അവളുടെ ഹൃദയം തിരികെ അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. തിരുഹൃദയ ദർശനങ്ങൾ ആവർത്തിക്കുകയും കത്തിയെരിയുന്ന അവിടുത്തെ തിരുഹൃദയം മുൾക്കിരീടത്താൽ വലയം ചെയ്യപ്പെട്ട് കുത്തി മുറിവേറ്റ രീതിയിൽ അവൾക്ക് മുന്നിൽ കാണപ്പെടുകയും ചെയ്തു. തിരുഹൃദയത്തിലേക്ക് നാട്ടപ്പെട്ട ഒരു കുരിശും അവൾ ദർശിച്ചു. തിരുഹൃദയ വണക്കത്തിന്റെ ഭാഗമായി ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന സ്വീകരണവും എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 1 മണിക്കൂർ യേശു ഗെത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച കഠിനമായ പീഡകളെ ധ്യാനിച്ച് വിശുദ്ധ മണിക്കൂർ ആചരണവും യേശു ആവശ്യപ്പെട്ടു. തന്റെ ഹൃദയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതാ മനുഷ്യരെ അത്രമേൽ സ്നേഹിച്ച എന്റെ ഹൃദയം. എന്നാൽ അതിന് പകരമായി അവരിലേറെയും എനിക്ക് തന്നത് അവഗണനയും നന്ദികേടുമാണ്. മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി ദിവ്യകാരുണ്യ തിരുനാളിന് ശേഷമുള്ള വെള്ളിയാഴ്ച എന്റെ തിരുഹൃദയ തിരുനാളായി ആചരിക്കുക. തിരുഹൃദയ ഭക്തിയിൽ വിശ്വസ്തത പാലിക്കുന്നവർക്ക് അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ വരപ്രസാദങ്ങളും താൻ നൽകുമെന്നും അവരുടെ ഭവനങ്ങളിൽ താൻ സമാധാനം സ്ഥാപിക്കുമെന്നും അവരുടെ ദുഃഖങ്ങളിൽ താൻ അവരെ ആശ്വസിപ്പിക്കുമെന്നും യേശു വാഗ്ദാനം ചെയ്തു. യേശു വീണ്ടും പറഞ്ഞു, മരണസമയത്ത് ഞാൻ അവർക്ക് അഭയമായിരിക്കും. അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. പാപികൾ എന്റെ ഹൃദയത്തിൽ അനന്തമായ കൃപാസമുദ്രം കണ്ടെത്തും. എന്റെ തിരുഹൃദയ ചിത്രം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഒരിക്കലും മായാത്ത വിധം എന്റെ ഹൃദയത്തിൽ ഞാൻ മുദ്രണം ചെയ്യും. ആദ്യ വെള്ളിയാഴ്ച ആചരണങ്ങൾ പാലിക്കുന്നവരുടെ മരണനേരത്തിൽ എന്റെ ദിവ്യഹൃദയം അവർക്ക് സുരക്ഷിതമായ അഭയമായിരിക്കും. തിരുഹൃദയ ഭക്തിക്കുള്ള പൊതുമാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 14 ശത്രുക്കളുടെ മേൽ ജയം നേടുന്നതിനായി രാജ്യത്തെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന ദൈവിക സന്ദേശവും വിശുദ്ധ മാർഗ്രറ്റിന് നൽകപ്പെടുകയുണ്ടായി. എന്നാൽ രാജാവ് അവ അവഗണിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് വിപ്ലവ നാളുകളിൽ ഫ്രാൻസിന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. തിരുഹൃദയ സന്ദേശങ്ങൾ അവഗണിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഫ്രാൻസിന്റെ ഈ പരാജയം.